2024 ജൂൺ 5 ബോയിങ് സ്റ്റാർ ലൈനറിൻ്റെ പരീക്ഷണ പറക്കലിൻ്റെ ഭാഗമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് എത്തി. 8 ദിവസങ്ങളോളമാണ് അവർക്കവിടെ ചിലവഴിക്കേണ്ടിയിരുന്നത്. എന്നാൽ പേടകത്തിൻ്റെ സാങ്കേതിക തകരാറുകളും വാതക ചോർച്ചയും കാരണം ഇരുവരും 8 മാസങ്ങളോളമായി മടങ്ങിവരാൻ കഴിയാതെ ബഹിരാകാശത്ത് പെട്ടുപോയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിവരാൻ ഒരുങ്ങുകയാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതിനുള്ളിലുള്ള ജീവിതം എങ്ങനെയാണ്? അവിടെ എത്തിയവർ അവിടെ എന്തു ചെയ്യുന്നു? അവിടെ സാധാരണ ജീവിതം സാധ്യമാണോ? സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ തറയോ ചുമരോ ഒന്നും തന്നെ ഇല്ല. ഒരിടത്തും അവർക്ക് ചവിട്ടി നിൽക്കാൻ കഴിയില്ല. അവിടെയാണിപ്പോൾ സുനിത വില്യംസ്. അവിടെ അവർ ഉറങ്ങുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് സാധാരണ പോലെ ഉറങ്ങാൻ അവർക്ക് പറ്റില്ല. അതിനുള്ളിൽ ഒരു ബാഗുണ്ട്. അതിനുള്ളിൽ കയറിക്കിടന്നാണ് അവർ ഉറങ്ങുന്നത്. അവിടെ സുനിത വില്യംസ് പറന്നതുപോലെ കാണാനാണ് നമുക്ക് കഴിയുന്നത്. അവിടെ എക്സസൈസ് റൂമുണ്ട്. അവിടെ വ്യായാമം ചെയ്യാം. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മസിലിൻ്റെയും അസ്ഥിയുടെയും ബലം ക്രമേണ കുറഞ്ഞു വരും. അത് നിലനിർത്താൻ വേണ്ടി നിർബന്ധമായും വ്യായാമം ചെയ്യണം. സുനിത വില്യംസ് പറയുന്നത് അവർ മാസങ്ങളോളമായി ഇരുന്നിട്ടേയില്ല, അതുപോലെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുമില്ല. കാരണം ഗ്രാവിറ്റി ഇല്ലല്ലോ. അവിടെ ഭക്ഷണത്തിനായി ഇറച്ചി, മുട്ട, പച്ചക്കറി എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ഒരു പാക്കറ്റിലാക്കി കെട്ടിവെച്ചിരിക്കുന്നു. പിന്നെ ഭൂമിയിൽ നിന്നും പാകം ചെയ്ത് എത്തിച്ച ഭക്ഷ്യവസ്തുക്കളും ഉണ്ട്. അവ ചൂടാക്കി എടുത്തുപയോഗിക്കാം. സ്പേസ് സ്യൂട്ട് ധരിച്ചാണ് അവർ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങുന്നത്. സ്പേസ് സ്യൂട്ട് ധരിക്കുക എന്നാൽ അതിനുള്ളിൽ തന്നെ ബാക്ക് പാക്ക് ഉണ്ട്. അതിന് നല്ല ഭാരമുണ്ട്. ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ അവർക്ക് അത് വലിയ ഭാരമായി തോന്നില്ല. ബാക്ക് പാക്കിലാണ് അവർക്ക് ആവശ്യമായ ഓക്സിജൻ നിറച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സൗകര്യം വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം അവ ഉപയോഗിക്കാൻ. ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത്രയും ശ്രദ്ധയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ തന്നെ വളരെ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ പലതും നമുക്ക് സുനിത വില്യംസ് കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണിച്ചു തരുന്നു. അത് കൂപ്പോള എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഭൂമി കാണാം. അതുകൊണ്ട് തന്നെ അവർ ആ സ്ഥലത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മാസങ്ങളോളം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം മടങ്ങാനൊരുങ്ങുന്ന അവർക്ക് കാഴ്ചശക്തിക്കും മസിലിനും ബാലൻസ് നിലനിർത്താനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. വ്യായാമം ഒരു പരിധിവരെ അവർക്ക് സഹായം ഉണ്ടെങ്കിലും ഇത് കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിട്ടാണ് എല്ലാവരും പറയുന്നത്. മാസങ്ങളോളം ബഹിരാകാശത്ത് ചിലവഴിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന അവർക്ക് കാഴ്ചശക്തിക്കും മസിലിനും ബാലൻസ് നിലനിർത്താനുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. ഈ വെല്ലുവിളികളെല്ലാം കഴിഞ്ഞ് അവർ ഭൂമിയിലേക്ക് മടങ്ങുന്നത് 2025 മാർച്ച് 19 എന്നാൽ ഭൂമിയിലെത്തുന്ന അവരുടെ ജീവിതം അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതുവരെ ഒരു പെൻസിൽ പോലും കൈകൊണ്ടെടുക്കാൻ അവർക്ക് കഴിയില്ല എന്നതാണ് സത്യം. ഈ വെല്ലുവിളികളെല്ലാം അവരെ ഒരുപാട് തളർത്തിയിട്ടുണ്ട്. ഒട്ടിയ കവിളുകളും ഒരുപാട് ക്ഷീണിച്ച അവരുടെ രൂപവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ ലോകത്തിനാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സുനിത വില്യംസ്. എന്തായാലും എല്ലാവരും ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.